നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും ഈ എന്താ പറയാ എന്തെങ്കിലും ഒക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നത് പോലെ ഒരുപാട് കമന്റ്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോ ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നതിന്റെ ചിത്രങ്ങൾ കാണുന്നു, വിഷ്വൽ കാണുന്നു, നമ്മൾ അതിൽ വിഷമിക്കുന്നു എന്ന് കാണുമ്പോൾ അവരൊക്കെ പറയുന്നത് അപ്പോ ഇത്രയും നാളും പാലസ്തീനിലെ പാവപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തന്നെയല്ലേ ഇസ്രായേൽക്കാർ ഉപദ്രവിക്കുന്നത്, കൊല്ലുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടില് ചുമ്മാതെ ഓടിക്കേറി ചെന്ന് അവിടെ ആരെയും ഇസ്രായേൽക്കാർ കൊല്ലുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്, അല്ലെ? എപ്പോഴും ഇസ്രായേൽ അങ്ങോട്ട് പ്രതിരോധത്തിന് പോകുമ്പോൾ മാത്രമാണ് അവിടെ ആൾക്കാർ കൊല്ലപ്പെടുന്നത്. അവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവർ മുന്നറിയിപ്പ് കൊടുക്കും. മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ്, ജനവാസമുള്ള കേന്ദ്രങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രതിരോധം നടത്തുന്നത്. എന്തെങ്കിലുമൊക്കെ കെട്ടിടങ്ങളോ കാര്യങ്ങളോ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും തീവ്രവാദികളുടെ നേതാക്കന്മാരുടെ കേന്ദ്രങ്ങളോ ആസ്ഥാനങ്ങളോ ഒക്കെ തന്നെയാണ്. അവിടെയൊന്നും മനുഷ്യത്വം ആ സമയത്ത് കാണത്തില്ല. കാരണം ഓൾറെഡി ഇത് ഇവിടുന്ന് നിർദ്ദേശം കൊടുത്തതിന് ശേഷം ആളുകളെ മാക്സിമം കൊല്ലാതെയാണ് ഇവിടുന്നുള്ള ആക്ഷൻസ് പോകുന്നത്. പിന്നെ ഈ പോലെ എല്ലാ ആക്രമണങ്ങൾക്കും അതിൻ്റെതായ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് ആൾക്കാർ തിരിച്ചു നിൽക്കുമ്പോൾ അവിടെ ആൾക്കാർ കൊല്ലപ്പെടുന്നു. അല്ലാതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒന്നും അറിയാത്ത പാവങ്ങളെ വഴിയിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെയല്ലേ വെടിവെച്ച് കൊല്ലുന്നത്. ഇപ്പൊ കുറച്ചു മുമ്പ് സാറ് പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെ മൃതദേഹത്തിനോടുള്ള അനാദരവ് കാണിച്ച കാര്യം പറഞ്ഞു. ടാറ്റു കണ്ടെത്തി ആ കുട്ടി ജർമ്മൻ സിറ്റിസൺഷിപ്പിലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒരു സംഗീത പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ കുട്ടി വിളിച്ചു. അപ്പൊ എന്താ പറയാ, ആരായാലും കുഴപ്പമില്ല, ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് കുറച്ചുപേരെ അവർക്ക് കൊല്ലണം, കുറച്ച് ആൾക്കാരെ കൊന്നു എന്നുള്ള ഒരു എന്താ പറയാ ക്രെഡിറ്റ് അവർക്ക് വേണം. ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനെയൊക്കെ അതിജീവനം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തില് ശരിക്കും പറഞ്ഞാൽ അതിജീവനത്തിന്റെ സുവിശേഷം യഹൂദന്മാരുടെ ചരിത്രവും അവരുടെ പാസ്റ്റും അവരുടെ ഇപ്പോഴത്തെ ജീവിതവും തന്നെയാണ്.